നമ്മളെ സിനിമയ്ക്കകത്ത സിനിമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു നടന്റെ ജീവിതം ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവലാണ്. പക്ഷേ ഈ സിനിമയിൽ ആദ്യം ഒരു ട്രിബ്യൂട്ട് എന്നോണം നമ്മുടെ പ്രേം നസീറിന്റെ കുറച്ച് വാക്കുകൾ ഇങ്ങനെ ആദ്യം എടുത്ത് കാണിക്കുന്നു. അത് ശരിക്കും ഇന്നത്തെ ന്യൂ ജെൻ ആക്ടേഴ്സ് ആയിരുന്നാലും ടെക്നീഷ്യൻസ് ആയിരുന്നാലും പ്രത്യേകിച്ച് ആക്ടേഴ്സിനുള്ള ഒരു ഭയങ്കര ഒരു മെസ്സേജാണ്. ഒരു ആക്ടർ ഒരു സിനിമയുടെ ടെക്നീഷ്യൻസിനെ ആയിരുന്നാലും അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഒരു സിനിമ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നടൻ ഒരു സിനിമയിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അതങ്ങ് നല്ല പീക്കിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയൊരു ഹോപ്പ് എന്ന് പറയുന്നത് ടോവിനോ തോമസ് തന്നെയാണ്. കാരണം അദ്ദേഹം ഏതൊരു കഥാപാത്രം ചെയ്താലും ഈ മൂവി പോലും ടോവിനോ ചെയ്യുന്നതായതുകൊണ്ട് എന്തായാലും അദ്ദേഹം സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ ഇത് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഈ സിനിമ കാണാനുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കോൺഫിഡൻസ്.